നമസ്കാരം സുഹൃത്തുക്കളെ. കണ്ടോ പശുക്കളെ കണ്ടോ? നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ പശുക്കളെ കാണാൻ പറ്റും കേട്ടോ. ആവശ്യത്തിന് വയറൊക്കെ നിറച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങുവാണ് ആശുപന്മാർ. എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണില്ലേ. സത്യത്തിൽ നമ്മൾ ജീവിത സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന നിമിഷങ്ങളാണ് യാത്രകൾ. യാത്രയിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനുമില്ല, കൊടുക്കാനുമില്ല. അങ്ങനെ നീണ്ടുപോകുന്ന യാത്രയാണ് മിക്ക യാത്രകളും. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന യാത്രയിൽ എവിടെയെങ്കിലും അടുപ്പ് വരണം. കാരണം നമ്മൾ പോയ ഒരു ഭാഗത്തേക്ക് പിന്നെ നമ്മൾ പോകാതിരിക്കേണ്ടി വരും. അപ്പോൾ പ്രകൃതി അങ്ങനെയല്ല ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് വീണ്ടും വീണ്ടും ചെല്ലാനുള്ള ഒരു പ്രേരണ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, ഈ പള്ളിയുടെ അവിടെ നിന്ന് റൈറ്റിലോട്ടുള്ള വഴിയാണ്. ഇതിന് സൈഡിലൂടെ ചേർന്ന് നടക്കുന്ന വഴി കൂടെയാണ് നമുക്ക് പോകേണ്ടത്. മേളിലോട്ട് വേറെ വഴിയുണ്ട്, അത് വേറെ ഭാഗത്തോട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൻ്റെ അവിടോട്ട് പോകുന്ന ഈ വഴിയാണ്. ഇവിടെ എല്ലാം തേയിലത്തോട്ടങ്ങളുണ്ട് കേട്ടോ. തേയിലക്കുന്നുകളാണ് ഈ സൈഡെല്ലാം. നല്ല രസമുണ്ട് കാണാൻ. ഇതിനിടയ്ക്കൊക്കെ ചെറിയ ചെറിയ മരങ്ങളും ചെറിയ കാടുകളൊക്കെ ഉണ്ട്, കാണാൻ പറ്റും. അതിനിവിടെ 2 ആടുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെയാണെന്ന് തോന്നുന്നു ഈ റോഡൊക്കെ വന്നത്. പണ്ട് ഈ റോഡൊന്നും കാണത്തില്ലായിരിക്കണം. വഴിയുണ്ടായിരിക്കും, പക്ഷെ റോഡൊക്കെ ഇപ്പോഴായിരിക്കും വന്നിരിക്കുന്നത്. ഇപ്പോഴും ആ പഴയ ശൈലിയിലുള്ള വീടുകളെല്ലാം ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. നല്ല രസമുണ്ട് അത് കാണാൻ. ആ കാഴ്ച എപ്പോഴും നല്ലൊരു കുളിർമ തരുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ കേരള സ്റ്റൈലിലുള്ള തനതായ ആ ഒരു കലയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. വീടുകളെല്ലാം നല്ല രസമുണ്ട് കാണാൻ. എന്ത് രസമുണ്ട് ആ ചെറിയ കെട്ടിടം കാണാൻ, നല്ല രസമുണ്ടല്ലേ. ആ വഴിയിൽ കറക്റ്റ് ആ വളവിന് അങ്ങനെ ഒരു ബിൽഡിങ് വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏറ്റവും വലിയൊരു മലയുടെ മുകളിലാണ്. ഇവിടെ താഴോട്ട് നോക്കുമ്പോൾ താഴ്വാരത്തുള്ള മലകൾ കാണാം, അവിടുത്തെ ആൾക്കാരെ കാണാം, വഴികൾ കാണാം. അങ്ങനെ നിരന്ന് കിടക്കുന്ന നമ്മുടെ തേയിലത്തോട്ടങ്ങൾ കാണാം. എല്ലാം അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നൊരു സ്പേസാണ് ഇവിടെ. കണ്ടോ, നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്പോട്ടാണ് ഇവിടെ. അടിപൊളി വ്യൂ അല്ലേ. ക്യാമറ ഇവിടെ വെച്ചിട്ട് വേണം ഒരു വീഡിയോ എടുക്കാൻ വരുന്നത്. കയറി വരുന്നത് എന്ത് രസമാണ്. ആ മല കണ്ടോ, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന പോലെ അടിപൊളി ഒരു മല. അതിൻ്റെ ഇവിടെ ഒരു നല്ല വലിയൊരു മരം നിൽപ്പുണ്ട്. 2 മരമാണെന്ന് തോന്നത്തുള്ളൂ, 1 മരമാണെന്ന് തോന്നുന്നു കേട്ടോ. അതാ നിറച്ച് ഇലകളുണ്ട്. മഴക്കാലം എത്തുമ്പോൾ അടിപൊളിയായിരിക്കും കാണാൻ, നല്ല രസമായിരിക്കും. എന്നാൽ ഇപ്പോൾ തന്നെ മഴക്കോളുള്ളതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തുടരുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദൂരമുള്ളതെന്ന് തോന്നുന്നു കേട്ടോ ഇവിടുന്ന്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ്. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ കണ്ടോ, ആകാശത്തോട്ട് നമ്മൾ ചെന്ന് കയറുന്നതിൻ്റെ കൂട്ടുണ്ടല്ലോ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ട പാറ പൊട്ടിച്ച് അവിടെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട് കേട്ടോ.
ഈ റോട്ടേക്ക് നേരെ റോട്ടേ പോയി അതേ തെരുന്നല്ലേ അന്റെ മനയിലെ കൂട്ടാണ് അതില്ല റോഡേ പോയി അമ്മ. ആ അമ്മ അവിടുന്ന് വിറകെടുത്തോണ്ട് വരുവാണ്. ഇവിടുന്ന് ഇതിനകത്തുനിന്ന് ഇവിടെ കാടെന്ന് തോന്നുന്നു. ആ ഭാഗത്തൊക്കെ പോയി വിറകൊക്കെ എടുത്തോണ്ട് വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ വഴി ചോദിച്ചു. അപ്പോൾ ഈ വഴിയാണ് പോകേണ്ടതെന്ന് കറക്റ്റ് പറഞ്ഞു തന്നു. ഈ ഭാഗത്തെല്ലാം നല്ല പുതിയ കോൺക്രീറ്റ് റോഡാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെയാണ് ഇവിടെ എല്ലാം മൺവഴിയാണ് കേട്ടോ. ആ ഭാഗത്തേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ വർക്ക് നടക്കുവാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഇടയ്ക്കങ്ങാണ്ട് വന്ന റോഡുകളാണ് ഇതെല്ലാം. ഇവിടെ എല്ലാം മൺവഴിയാണ്. ഈ ലെഫ്റ്റ് സൈഡിലെല്ലാം പാറക്കെട്ടുകളാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും കൃഷിയില്ല, തേയിലത്തോട്ടങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ താഴ്വശമില്ല കേട്ടോ. ഇവിടെ താഴ്വശം കുറച്ച് ഭാഗങ്ങളിലാണ് കൃഷിയൊക്കെ. ഒരു ധ്വജം അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ അടുത്തായിരിക്കണം അമ്പലം. നമുക്ക് നോക്കാം. ഈ ഭാഗത്ത് കണ്ടോ, നല്ല രസമുണ്ട് മല കാണാനുണ്ടോ. നമ്മളെ കളിപ്പിച്ചാണ് അതാന്ന് തോന്നുന്നു അമ്പലയിൽ. മല കയറണം. ആ മല കയറി നല്ല വഴി കുറച്ചധികം മോശമാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകുന്ന ഇച്ചിരി ടാസ്ക്കാണ്. എന്നാലും ഞങ്ങൾ വണ്ടിയിലങ്ങ് പോവാണ്. എന്തായാലും നോക്കാം കുറച്ച് എത്രയും എവിടെ വരെ പോകുമെന്ന് നോക്കാം. ഈ കാലാവസ്ഥയല്ല കേട്ടോ. മഴയുള്ളപ്പോൾ മഴ ഇതുപോലെ മലയുള്ളിടത്ത് ഭാഗത്തൊക്കെ മിക്കവാറും ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്കോ അല്ലെങ്കിൽ പ്രത്യേക ദിനങ്ങളിൽ മാത്രമേ ഉള്ളൂ ആരാധനയും കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് ഇനി അങ്ങോട്ടാണെന്ന് അറിയത്തില്ല. ശിവപാർവതി കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, വഴി തെറ്റി. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ആരുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.